ഹായ് പ്രിയങ്ങളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം കടയ്ക്കൽ തിരുവാതിരയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അമ്പലവും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അവിടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ ദിവസം തലേന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് തിരുവാതിര വരുന്നത്. തലേ ദിവസം പൊങ്കാലയായിരുന്നു. മകീരം തൊട്ടാണ് അവിടെ ഉത്സവം തുടങ്ങുന്നത്. മകീരം തൊട്ട് 10 ദിവസമാണ് ഉത്സവം. തിരുവാതിരയാണ് മെയിൻ ഉത്സവമായിട്ട് അവിടെ കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിഗ്രഹം ഇല്ല കേട്ടോ. വിഗ്രഹം ഇല്ലാതെ ഒരു അറക്കട പോലെയാണ് അതിൻ്റെ അകം കാണപ്പെടുന്നത്. അതും അടച്ചിട്ടേക്കാണ്. അവിടുത്തെ പൂജാരിക്ക് പോലും അത് അകത്ത് കയറി പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ലെന്നാണ് പണ്ട് മുതലേ ഉള്ള പ്രമാണം. അതങ്ങനെയാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ കുറുപ്പന്മാരാണ് അവിടെ പൂജ ചെയ്യുന്നത്. നമുക്ക് ചന്ദനമല്ല അവിടുത്തെ പ്രസാദമായിട്ട് തരുന്നത്, കളപ്പൊടിയാണ് കേട്ടോ അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത്. അതുപോലെ അവിടെ പൂജ ചെയ്യുന്നതെന്ന് പറയുന്നത് കുറുപ്പന്മാരാണ്, ബ്രാഹ്മണരല്ല, കുറുപ്പന്മാരാണ് അവിടെ പൂജ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് കുതിരയെടുപ്പാണ് കേട്ടോ. അവിടെ ഉത്സവത്തിന് കുതിരയെടുപ്പാണ്. ഭയങ്കര കുതിരയാണ് കെട്ടിവെച്ചേക്കുന്നത്. അത് എടുത്ത് 3 വട്ടം അമ്പലത്തിന് റൗണ്ട് ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതൊക്കെ കാണാൻ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ അയൽവക്കത്ത് പോലും നമുക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവിടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര ഉത്സവമാണ്, ജനത്തിരക്കാണ്. വന്ന് കണ്ടാൽ മാത്രമേ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അമ്പലക്കുളം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുളമാണ് കേട്ടോ. ശരിക്കും മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനിനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ നല്ല വ്യക്തമാണോ എന്നറിയില്ല. രാത്രിയാണ് ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അമ്പലക്കുളത്തിൻ്റെ ഭയങ്കര ഒരു അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കെട്ടിക്കിടക്കുന്നതാണ്. മറ്റേത് അമ്പലത്തിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുമായിരുന്നു. അമ്പലത്തിനകത്തല്ല, വെള്ളത്തിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഈ കെട്ടിക്കിടത്തേക്കുന്ന വെള്ളമല്ല, അപ്പോൾ അതിനകത്ത് ഇറങ്ങാത്തതാണ്. പല നിറത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വിരിയും കാര്യങ്ങളൊക്കെ ഒരുപാടാണ് കേട്ടോ. അതെല്ലാം 20 രൂപ സാധനങ്ങളാണ്, കൂടുതൽ 20 രൂപ സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. അതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടാലേ അറിയത്തുള്ളൂ കേട്ടോ. അവിടെ നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ അവിടുത്തെ കാഴ്ചകൾ ഇന്നതാണ് നമുക്കറിയത്തുള്ളൂ. അത്രയ്ക്കാണ്. നമ്മൾ പറയും പോലെ അല്ല. ഇതിൽ ഞാൻ വീഡിയോയിലൊക്കെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ 10 ദിവസം പ്രഭാത ഭക്ഷണം ആയാലും ഉച്ചയ്ക്ക് അന്നദാനം ആയാലും എല്ലാം അവിടെ തന്നെ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. മൊത്തം മണലാണ് കേട്ടോ, കല്ലൊന്നുമല്ല. മൊത്തം മണൽത്തരി പോലെയൊന്നുമല്ല, മണലാണ്. പിന്നെ അമ്പലത്തിലെ കുറേ കാഴ്ചകളും ഫ്ലോട്ടൊക്കെ രാത്രി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 9 മണി തൊട്ടാണ് അവിടെ ഫ്ലോട്ടൊക്കെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു 2 മണി വരെ കാണും. അത്രയും ഫ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ്. 23 കരക്കാരും കൊണ്ടാണ് നടത്തുന്ന ഒരു പ്രദേശം മാത്രമല്ല കേട്ടോ. ഒരുപാട് ജനങ്ങളാണ്.